നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനിടെ ആദിവാസി കുഞ്ഞു മരിച്ചത് ചികിത്സാ പിഴവെന്ന ആരോപണം. പ്രതിഷേധവുമായി നാട്ടുകാരും ബന്ധുക്കളും രംഗത്തെത്തി. ഡെലിവറിക്കിടയിൽ കുട്ടി മരിച്ചതായിട്ടാണ് അറിഞ്ഞത്. ഞാൻ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചു. ഇനി ആരെങ്കിലും ഭാഗത്തുനിന്ന് ഡോക്ടർ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിരുന്നെങ്കിൽ കർശന നടപടി ഉണ്ടാകും. റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സർക്കാരിൽ സബ്മിറ്റ് ചെയ്യും. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള അരുൺ മോഹൻ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, എന്താണ് ഈ ബന്ധുക്കളും നാട്ടുകാരും ആരോപിക്കുന്നത്? എന്താണ് സംഭവിച്ചത് കുഞ്ഞിന്? എൽദോ, ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു ഈ പറയുന്ന നെടുമങ്ങാട് ആശുപത്രിയിൽ ഇത്തരം ഒരു നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത്. നമുക്ക് മനസ്സിലാക്കുന്ന അനുസരിച്ച് നെടുമങ്ങാട് ഉള്ള ആദിവാസി ഊരിലുള്ള അഞ്ജന കൃഷ്ണയുടെയും ബിനിലിന്റെയും ദമ്പതികളുടെ കുഞ്ഞാണ് പ്രസവത്തിനിടെ മരിച്ചു പോകുന്നത്. നവജാത ശിശു മരിക്കുന്നത് മനസ്സിലാക്കുന്നത് ചികിത്സാ പിഴവാണ് എന്നുള്ളത് ആരോപിച്ചാണ് ഇവർ രംഗത്തെത്തുന്നത്. സിസേറിയനിടയിലായിരുന്നു കുട്ടിയുടെ മരണം. ഇന്നലെയായിരുന്നു ഈ പറയുന്ന അഞ്ജനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് ഇന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. തുടർന്ന് ഉച്ചയോടുകൂടി കുട്ടി മരിച്ചു എന്നുള്ള വിവരം ബന്ധുക്കളെ അറിയിക്കുന്ന ഒരു അവസ്ഥയാണ്. തുടർന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത് തുടർന്ന് കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇത് സമരം എത്തുകയും പ്രതിഷേധമായി എത്തുകയായിരുന്നു. ഇത് ഈ പറയുന്ന ആശുപത്രിക്ക് മുന്നിൽ ഏറെ നേരത്തെ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് പോലീസ് നിരവധി തവണ സമരക്കാരുമായി സംസാരിച്ചുവെങ്കിലും ഫലം കണ്ടില്ല. ഇതിന് കാരണക്കാരിയായ എന്നാരോപിക്കുന്ന ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ള നിലപാടിലായിരുന്നു സമരക്കാർ ഉറച്ചു നിന്നത്. എന്നാൽ RDO ഉൾപ്പെടെ എത്തി ചർച്ച നടത്തിയെങ്കിലും ഫലം കാണാതെ വന്നു. വൈകിട്ടോടുകൂടി രാത്രിയോടുകൂടി മെഡിക്കൽ സൂപ്രണ്ടെത്തി ഡോക്ടറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് താൽക്കാലികമായി സമരക്കാർ പിരിഞ്ഞുപോയത്. എന്നാൽ നാളെയും തുടർന്നുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ നമുക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എൽദോ. അരുൺ മോഹൻ വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരെന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പരാമർശത്തിനെതിരെ മുസ്ലിം സംഘടനകൾ. കാന്തപുരത്തിന് ED പേടിയാണെന്ന വിമർശനവുമായി KNM മർക്കസ് ദുവ രംഗത്തെത്തി. മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു രാജ്യത്ത് മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്നും പ്രതിസന്ധി നേരിടുന്നില്ല എന്നുമുള്ള കാന്തപുരത്തിന്റെ പ്രതികരണം. വ്യവസ്ഥാപിത ഭരണകൂടത്തിനും ഭരണഘടനയ്ക്കും കീഴിലും ന്യൂനപക്ഷം സുരക്ഷിതമാണെന്ന പ്രതികരണവുമായി സമസ്ത AP വിഭാഗം. പൂർണ്ണ സുരക്ഷ നൽകുന്ന ഭരണഘടന രാജ്യത്തുണ്ടെന്നാണ് ഉദ്ദേശിച്ചതെന്നും ഇക്കാര്യം കാന്തപുരം തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്നും സമസ്ത സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും ഭരിക്കുന്നവരെ കാണാറുണ്ട്. AP അബൂബക്കർ മുസ്ലിയാർ നയിച്ച കേരള യാത്രയിൽ സ്വരൂപിച്ച അഭിപ്രായങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാനാണ് കൂടിക്കാഴ്ച നടത്തിയതെന്നും ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്ന് അന്വേഷണ സംഘത്തിന് മുൻപിൽ ആവർത്തിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുലിനെ തുടർച്ചയായ 2ാം ദിവസവും ചോദ്യം ചെയ്തു. രാഹുലിന്റെ ലൈംഗിക ശേഷി പരിശോധന ഇന്നലെ പേരൂർക്കട ആശുപത്രിയിൽ നടക്കുകയും ചെയ്തു. 2ാം ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രഹസ്യമൊഴി നൽകിയ യുവതി തിരുവനന്തപുരത്ത് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി നൽകിയത്. നിയമപരമായ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. പരാതി വ്യാജമാണെന്ന് രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിനാലാണ് രഹസ്യമൊഴി നൽകാൻ തയ്യാറായതെന്നും യുവതി പറഞ്ഞു. രഹസ്യമൊഴി രേഖപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടിട്ട് ഇന്ന് 9 വർഷം തികഞ്ഞു. മെഴുകുതിരി കത്തിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു WCC. അവൾക്കൊപ്പം എന്ന പേരിലായിരുന്നു പരിപാടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.